ഇതെന്തിനാ ഈ ട്രെയിനിൻ്റെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൈവെക്കുന്നതെന്ന് അറിയോ? എനിക്കും അറിയാൻ പാടില്ല, എല്ലാവരും കാണിക്കുന്നു, അതുകൊണ്ട് ഞാനും കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ വെച്ച് നമ്മുടെ ഒരു ലഗേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഗ് എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് വീണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് റെയിൽ മദത് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രെയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും, ഒരു OTP വരും. ഈ OTP യും ക്ലിക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ PNR അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ആണെങ്കിൽ UTR നമ്പർ, ഈ പറയുന്ന നമ്പർ നമ്മളവിടെ ഹാഷും ഫ്ലാഷും ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ട്രെയിൻ നമ്പർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രെയിനാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പിൽ പോയിട്ട് നമ്മൾ സെക്യൂരിറ്റി എന്ന് കൊടുക്കുക. സബ് ടൈപ്പിൽ പോയിട്ട് നമ്മൾ ലഗേജ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റ് അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബ്രൗസ് ഫയൽ എന്ന് പറഞ്ഞാൽ ബ്രൗസിൽ പോയിട്ട് നമ്മളെ കളഞ്ഞു പോയ ബാഗിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ ടിക്കറ്റിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റഫറൻസ് നമ്പർ കിട്ടും. ഈ റഫറൻസ് നമ്പർ കിട്ടി വിത്തിൻ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ കാസർഗോഡ് RPF നിന്ന് എന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ബാഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ പിറ്റേ ദിവസം ബസ്സിലൊക്കെ തൂങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഞാൻ നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കാല് കുത്തുന്നേ. ഇത് എൻ്റെ കാലിലോ കിലുക്കത്തിലെ രേവതിയുടെ കാലിലെ ഇതല്ല, ഇതാണ് എൻ്റെ പരട്ടക്കാല്. അങ്ങനെ കാല് കുത്തി ഞാൻ നേരെ RPF ഓഫീസിലേക്ക് ഞാൻ പോയി. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവിടെ ചെന്നിട്ട് എൻ്റെ ബാഗിലെ സാധനങ്ങളൊന്നും മിസ്സായിട്ടില്ല, നന്ദി നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫാൻസ് അവിടെ വന്നു. അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഓഫീസർ ഈ ബാഗൊക്കെ പരിശോധിച്ച് ഈ ബാഗ് എനിക്ക് കൈമാറുന്ന സന്തോഷകരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് സുഹൃത്തുക്കളെ. ബാഗും തിരിച്ചു വാങ്ങി ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.